എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ കാണുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. ഈ പോസ്റ്റർ കാണുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടു എന്ന വിവരം ഈ നാട്ടുകാരറിയുന്നത്. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. സമാധി എങ്ങനെയായിരുന്നു അവിടെ തപസ്സിരിക്കുവായിരുന്നു? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ച് വീട്ടിൽ വന്ന അച്ഛന് ഈ BP ഷുഗറിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഗുളികയും മരുന്നും കഴിച്ച് കഞ്ഞിയെല്ലാം കുടിച്ചതിന് ശേഷം സമയമായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സമാധിയാവാൻ സമയമായി. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. ഒരു ഡോക്ടറെ കണ്ടൊന്ന് ഉറപ്പുവരുത്താമായിരുന്നു. അതെന്താ വേണ്ടെന്ന് വെച്ചതമ്മ? ഉത്തരം പറ. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. ഈ ഡോക്ടർക്ക് ബുദ്ധിയും കഴിവും ആരോഗ്യവും ഒരു മനുഷ്യനെ വലിച്ചു കയറാൻ ആരോഗ്യമല്ല ഈ ലോകനാഥൻ കൈലാസനാണ് കേട്ടാ. എങ്ങനെ അതിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സത്യമായിട്ട് ശിവനെ വിശ്വസിച്ച് നമ്മള് ഞാൻ ധ്യാനം ഒരുപാട് മനസ്സിലാക്കി. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നമ്മൾ ഇരിക്കുമ്പോഴേ ഈ പത്മാസനത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ശ്വാസം പോവുകയോ നമ്മൾ സമാധിയാവുകയോ ചെയ്താൽ നമ്മൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. ഈ നമ്മുടെ പാദങ്ങളെ ഇങ്ങനെ ഇത് അവര് ഇങ്ങനെ എത്ര ആധാരങ്ങള് വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. ഇങ്ങനെ കടത്തി തട്ടായിട്ട് നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം പിടിക്കുമ്പം ബക്കറ്റ് താന്നല്ലേ വെള്ളം ആദ്യം വെള്ളം നിറയ്ക്കണത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. നിലവിൽ പ്രാഥമിക പരിശോധനകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇതിലാണ് സ്വാഭാവിക മരണമാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ പ്രാഥമികമായി സംഘം വിലയിരുത്തിയിരിക്കുന്നത്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.